ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാൻഡ് എംബ്രോയിഡറി സീരീസിലെ അടുത്ത സ്റ്റിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ലേസി ഡേസി സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെയധികം ഫ്ലവേഴ്സൊക്കെ ചെയ്യാനും ലീഫൊക്കെ ചെയ്യാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ലേസി ഡേസി സ്റ്റിച്ച്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി സീരീസിലെ ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് ലേസി ഡേസി സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എംബ്രോയിഡറി ത്രെഡ് രണ്ടെൻഡും കെട്ടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ ചെയ്യാം, എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ചെയ്തിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതുപോലെ സൂചി മുകളിലേക്ക് എടുക്കുന്നു, എടുത്തു. പിന്നെ അവിടെ നിന്ന് തന്നെ ഞാനിതുപോലെ കുത്തി ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് ഇതിന് ചുറ്റുമായിട്ട് ഇതുപോലെ എടുക്കും. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ താഴ്ത്തി ഇറക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഒരു പെറ്റലായി. ഇതുപോലെ എത്ര പെറ്റൽസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്കൊരു ഫ്ലവർ ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ രണ്ടിഴയും കൂടെ ഞാൻ രണ്ടും കൂടെ കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ കട്ടിയായിട്ട് വരുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞൊരു ഫ്ലവറായിട്ട് വരും. ഇതാണ് ലേസി ഡേസി സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇതൊരു ലേസി ഡേസി ഫ്ലവറാണ്. ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് ഡിസൈൻ ചെയ്യാം. ഇതുപോലെ പല വേരിയേഷൻസും ചെയ്യാം. നമുക്കിപ്പോൾ ഈ നോട്ട് കൊടുക്കുന്നത് വേറെ കളറിൽ കൊടുക്കാം. പിന്നെ ഡബിൾ ഷെയ്ഡ് നൂല് ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ വേറൊരു ലുക്കായിരിക്കും ആ ഫ്ലവറിന് കൊടുക്കുന്നത്. പിന്നെ പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടി ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് പല വേരിയേഷൻസിലും പല ഡിസൈൻസും നമുക്ക് ഈ ലേസി ഡേസി സ്റ്റിച്ച് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നാളെ അടുത്തൊരു ഡിസൈനുമായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.